ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നലെ ആ മാരുതി ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രിയതമേ തൻ്റെ സ്വാമിനിയായ ആ ജാനകീദേവിയെ ഇപ്പോൾ കാണാമെന്ന ചിന്തയോടെ ലങ്കാപുരിയിലേക്ക് പോവുകയാണ്. ലങ്കാപുരിയുടെ ഗോപുരവാതിൽക്കൽ വരെ എത്തി. നമുക്ക് ഇന്ന് 22-ാം ദിവസം തുടങ്ങുന്നതിന് മുമ്പ് വയനാട്ടിൽ ദുരന്തത്തിൽ കാണാതെ പോയ ഏകദേശം 200ഓളം പേരെ, 200-നടുത്ത് 180-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരു വിവരമില്ല അവരെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മെ വിട്ടുപോയവരെക്കുറിച്ച് ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതുപോലെ കാണാതായവർ എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. അവരെല്ലാം നല്ലതുപോലെ ആരോഗ്യത്തോടെ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉറ്റവരുടെ ദുഃഖത്തിൽ, വേർപാടിൻ്റെ ദുഃഖത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രീരാമദേവൻ്റെ പാദപങ്കജങ്ങളിൽ ചെന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമുക്കിന്ന് 22-ാം ദിവസം ആ സുന്ദരകാണ്ഡത്തിലെ സീതാസന്ദർശനം, രാവണൻ്റെ പുറപ്പാട്, രാവണൻ്റെ ഇച്ഛാഭംഗം, ഹനുമൽ സീതാ സംവാദം എന്നീ ഭാഗങ്ങൾ കേൾക്കാം. മാരുതി ലങ്കാപുരിയുടെ ആ ഗോപുരദ്വാരത്തിലേക്ക് കാലെടുത്ത് വെച്ചതും ലങ്കാലക്ഷ്മി ഓടി വന്ന് ഒരു വഴക്കുണ്ടാക്കി, ഒരടി വാങ്ങിച്ച് തിരിച്ചൊരടി കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് മോക്ഷം വാങ്ങിച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് ആ ഹനുമാൻ തൻ്റെ വലതുകാല് വെച്ച് അങ്ങോട്ട് കയറുമ്പോൾ ഇത് ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ജനകനരപതി വരമകൾക്കും ദശാസ്യനും എന്ന് പറഞ്ഞിരിക്കുന്നത്. ജനകനരപതി വരമകൾ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായ ജനകനരപതി, ജനകരാജാവിൻ്റെ ശ്രേഷ്ഠയായ മകൾക്കും ദശാസ്യനും, രണ്ടുപേർക്കും വാമഭാഗം, അതായത് ഇടതുഭാഗമാണ് ഇങ്ങനെ രണ്ടുപേർക്കും വിറച്ചത്. നമ്മൾ സാധാരണ നമ്മുടെ ഇടയിൽ പറയും, സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിച്ചാൽ, അതായത് ഇടത് കണ്ണ് എന്ന് പറയും, ഇടതുഭാഗമാണെങ്കിലും തുടിച്ചാൽ നല്ലതും, പുരുഷന്മാർക്ക് ആ ഇടതുഭാഗം തുടിച്ചാൽ മോശമാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ചീത്ത അനുഭവം ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയും. എന്തായാലും രണ്ടുപേർക്കും വിറച്ചു വാമഭാഗം. ഒരാൾക്ക് നല്ലതും ഒരാൾക്ക് ചീത്തയാണെന്നാണ് വിചാരിക്കേണ്ടത്. മാരുതി അങ്ങനെ അതിസൂക്ഷ്മ ശരീരനായിട്ട് ആരും കാണാതെ ദേവിയെ തിരഞ്ഞു നടക്കുന്നു. ദശമുഖൻ്റെ ആ മണിമന്ദിരത്തിൽ ഒന്നിലായിരിക്കും, മണിമന്ദിരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതിലൊന്നിലായിരിക്കും ജാനകിയെ സുഖമായി പാർപ്പിച്ചിരിക്കുക എന്ന് വിചാരിച്ച് അവിടെ എല്ലാം പറഞ്ഞിരുന്നു. ഇങ്ങനെ നോക്കി, ലങ്കാലക്ഷ്മി പറഞ്ഞിരുന്നു എങ്കിലും എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കുകയാണ്, കണ്ടില്ല ഒരിടത്തും. ലങ്കാലക്ഷ്മിയുടെ ആ വാക്കുകൾ വീണ്ടും ഓർമ്മ വന്നു. നേരെ ഉദ്യാനത്തിലേക്ക് നടന്നു. ഉദ്യാനങ്ങൾ തോറും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിഷമിച്ച് നടക്കുക, കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ നല്ല വിടർന്ന പൂക്കളുടെ സുഗന്ധവും വഹിച്ചുകൊണ്ട് വായുദേവൻ മാരുതിക്ക് വഴികാട്ടി. തൻ്റെ മകൻ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ച് ആ ദേവി ഇരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത്യന്തം മലിനമായ, ഇനി ദേവിയുടെ ആ അവസ്ഥ പറയുകയാണ്, മലിനമായ വസ്ത്രങ്ങളോടെ മെലിഞ്ഞ ശരീരത്തോടെ ആഹാരമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ ആ പ്രിയതമനെ ഓർത്ത് വിലപിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭൂമിയിൽ കിടന്നുരുണ്ട് രാമ രാമ എന്ന് ജപിച്ച ആ രാക്ഷസികളുടെ നടുവിൽ ദുഃഖത്തോടെ ഇരിക്കുന്ന ദേവിയെ മരത്തിന് മുകളിൽ ഇലകൾക്കിടയിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ ഹനുമാൻ ഇങ്ങനെ വിചാരിച്ചു, ദിവസകര കുലപതി രഘൂത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ. എന്നിട്ട് അഹം കൃതാർത്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി, എൻ്റെ ജന്മം സഫലമായി, എൻ്റെ സ്വാമിയുടെ ആ ആവശ്യം ഞാൻ നിറവേറ്റിയല്ലോ, സീതാദേവിയെ കണ്ടുപിടിച്ചല്ലോ ഇപ്പോഴും. അങ്ങനെ വിചാരിച്ച് ഹനുമാൻ ആ മരത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇലകൾക്കിടയിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കൃമി സദൃശ ശരീരനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ചെറിയ വലുപ്പത്തിലാണ് ഇരിക്കുന്നത്, ആർക്കും കാണാൻ പാടില്ല. ഇനി രാവണൻ്റെ പുറപ്പാട് എന്ന ഭാഗമാണ്. ആ ദേവിയെ കണ്ടുപിടിച്ചല്ലോ, ആ നൃപതിയുടെ മകളായ ജാനകീ ദേവിയെ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഹനുമാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാവണൻ്റെ ആ മന്ദിരത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വാദ്യഘോഷങ്ങളുടെയൊക്കെ ആ മേളങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താണെന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമ്പോൾ ആ രാവണ മന്ദിരത്തിന് പുറത്തുനിന്നും ഇങ്ങനെ ഒരു പട വരുന്നത് പോലെ ഇങ്ങനെ ശബ്ദങ്ങൾ കേട്ടു. ആളുകളല്ല രാക്ഷസന്മാർ വരുന്നത് കണ്ടു. ഹനുമാൻ ഒന്നുകൂടെ തൻ്റെ ആ കീടത്തിന് തുല്യമായ കുഞ്ഞു ശരീരം ആ തളിരിലകൾക്കിടയിലേക്ക് ഒന്നുകൂടെ ഒളിപ്പിച്ചു വെച്ചു.
എന്നിട്ട് ആ വിബുധകുലരിപുവായ ദശമുഖൻ്റെ വരവ്, വിബുധകുലരിപു എന്നെഴുതിയിരിക്കുന്നത് ദേവന്മാരുടെ ശത്രുവായ ദശമുഖൻ രാവണൻ്റെ വരവ് ആശ്ചര്യത്തോടു കൂടി അങ്ങനെ നോക്കിയിരുന്നു. ആ ഇലകൾക്കിടയിൽ കൂടെ ആ രാക്ഷസ സ്ത്രീകളാൽ സേവിക്കപ്പെട്ട് നമ്മൾ അഴകിയ രാവണൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഈ വരവാണ് അഴകിയ രാവണൻ. അങ്ങനെ ഒരു അല്പം ശൃംഗാരത്തോടു കൂടി സീതാദേവിയുടെ സമീപത്തേക്ക് ഇങ്ങനെ നല്ല ഒരുങ്ങി വരുന്ന ആ രാവണനാണ് അഴകിയ രാവണൻ. നമുക്ക് അഴകിയ രാവണൻ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമയും ആ സീനൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ? പക്ഷേ ശരിക്കും അഴകിയ രാവണൻ ഇതാണ്, ഈ രാവണൻ്റെ വരവിനെയാണ്. അങ്ങനെയാണ് ആ ചൊല്ലുണ്ടായത് തന്നെ. ആ രാവണന് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്രകാരം ഒരു ചിന്തയും ഉണ്ട്. സീതാദേവിയുടെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ രാവണൻ ചിന്തിക്കുകയാണ്, എന്നാണ് ആ ഭഗവാന്റെ കൈകൊണ്ട് എനിക്ക് ദേഹനാശം ഉണ്ടാകുന്നത്. ഇത് പേജ് നമ്പർ 278 കേട്ടോ. ആ ജഗദീശ്വരൻ വരുന്ന വൈകുണ്ഠരാജ്യം എനിക്ക് എന്നാണ് ലഭിക്കുക? ആ ലക്ഷ്യത്തോടെയാണ് ഞാൻ സീതാദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിലും ഇതുവരെ ആ ഭഗവാൻ പ്രിയതമയെ അന്വേഷിച്ച് വന്നില്ലല്ലോ. ഏതായാലും എൻ്റെ ആയുസ് അവസാനിക്കാറായി. എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ആ വിനാശകാലം അടുത്തിരിക്കുന്നു എന്നാണ്. പക്ഷേ ആ പരമാനന്ദ സ്വരൂപൻ അറിയാത്തതല്ലല്ലോ ഒന്നും. ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നതിനിടയിൽ ആ രാവണൻ തലേദിവസം ഒരു സ്വപ്നം കണ്ടതിനെപ്പറ്റി ആലോചിക്കുകയാണ്. രാത്രിയിൽ ഒരു കൃമി സദൃശനായ കപി ശ്രേഷ്ഠൻ, ആ വാനരശ്രേഷ്ഠൻ വേഷം മാറി ഈ ലങ്കാപുരം മുഴുവൻ തിരിഞ്ഞ് അവസാനം ജാനകീദേവി ഇരിക്കുന്നതിന് മുകളിലായി വൃക്ഷശിഖരത്തിൽ വന്നിരുന്നു എന്നും ആ ശ്രീരാമവൃത്താന്തം മുഴുവൻ സീതാദേവിയെ കേൾപ്പിച്ച് അടയാളവാക്യമൊക്കെ ചൊല്ലി അവളെ ആശ്വസിപ്പിച്ചിട്ട് മടങ്ങിപ്പോയി എന്നും ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ ആ സ്വപ്നം കണ്ട് കഴിഞ്ഞപ്പോൾ രാവണൻ ഇറങ്ങിപ്പോകുന്നതാണ്. ഈ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്നൊരു ചിന്ത രാവണനുണ്ട്. അങ്ങനെ ഏതായാലും ആ കപിവരൻ എത്തുന്നതിന് മുമ്പ് സീതാദേവിയെ കണ്ട് വാക്കുകളാകുന്ന അസ്ത്രങ്ങളാൽ അവളെ മുറിവേൽപ്പിക്കാമെന്ന് വിചാരിച്ചാണ് വരുന്നത്. ആ കപി, അതായത് ആ വാനരൻ ശ്രീരാമസ്വാമിയോട് അതും കൂടി പറയുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ആ പ്രിയതമയെ ഇങ്ങനെ വേദനിപ്പിച്ചു എന്നറിയുമ്പോൾ ശ്രീരാമസ്വാമിക്ക് ആ കോപം മുഴുത്ത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടും. യുദ്ധത്തിനിടയിൽ രാമബാണമേറ്റ് എനിക്കും സുഖമരണം ഉണ്ടാകും, ആ വൈകുണ്ഠരാജ്യത്ത് പോയി ചേരാം, ഇത് തന്നെയാണ് സുഖമരണം എന്ന് വിചാരിച്ച് ആ സുഖമരണത്തിലേക്കുള്ള ശരിയായ മാർഗം ഇതാണ് എന്ന് വിചാരിച്ച് ആ രാവണൻ ഇങ്ങനെ വരികയാണ്. നടന്നു വരുന്നതിനിടയ്ക്ക് വിചാരിക്കുന്നതാണ് ഇങ്ങനെ സ്വപ്നം ചിലർക്ക്, ആ ദേവന്മാരുടെ നിശ്ചയപ്രകാരമാണ് സ്വപ്നം ചിലർക്ക് ചിലകാലം സത്യമായി ഭവിക്കും. ഇങ്ങനെ നാനാവിധം ചിന്തിച്ച് രാവണൻ ആ സീതാദേവിയുടെ സമീപത്തേക്ക് ഇങ്ങനെ എത്തുകയാണ്. മരത്തിന് മുകളിലിരുന്ന് നമ്മുടെ ആ ഹനുമാനും രാവണൻ്റെ ആ വരവ് അത്യന്തം ആശ്ചര്യത്തോടുകൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. രാവണനെ കണ്ട സീത അത്യധികം ഭയഭീതിയായിട്ട് പേടിച്ച് തൻ്റെ തല ആ കുനിഞ്ഞ കാൽമുട്ടുകളിലേക്കാക്കിയിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. ആ സീതാദേവി നേരെ നോക്കുന്നില്ല ആരുടെ. അങ്ങനെ ദേവിയുടെ സമീപത്തേക്ക് വരുന്ന ആ രാവണനാണെങ്കിലോ കാമബാണമേറ്റ് പരവശനായി, അതായത് സീതാദേവിയെ എങ്ങനെ പ്രാപിക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ, ആ സുന്ദരിയായ സീതാദേവിയെ. എന്നിട്ട് അടുത്ത് വന്ന് തൊഴുകൈയോടെയാണ് പറയുന്നത്, വിനയത്തോടെയാണ് പറയുന്നത് കേട്ടോ. രാവണൻ ലങ്കേശ്വരനാണ്, 3 ലോകങ്ങൾക്കും അധിപനാണെന്ന് ഭാവിക്കുന്ന ആ രാവണനാണെങ്കിലും, പക്ഷെ ഇവിടെ രാവണൻ്റെ ഇച്ഛാഭംഗം എന്ന അടുത്ത ഭാഗം തുടങ്ങുകയാണ്. സീതാദേവിയെ ഇങ്ങനെ അനുനയിപ്പിക്കാനായി മധുരസ്വരത്തിലാണ് രാവണൻ പറയുന്നത്. രസകരമായിട്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: കേട്ടാലും സുന്ദരി, നിൻ്റെ താമരപ്പൂ പോലെ മനോഹരമായ ആ പാദങ്ങളെ സേവിക്കുന്ന സേവകനാണ് ഞാൻ. ആ ശോഭനശീലെ എന്ന് പറഞ്ഞാൽ നല്ല ശോഭിക്കുന്ന സ്വഭാവ ഗുണങ്ങളോട് കൂടിയ ആ ജാനകീദേവി വിളിക്കുകയാണ്. എന്നിൽ പ്രസാദിച്ചാലും ഈ ലോകത്തിന് തന്നെ അധിപനായ അസുര ചക്രവർത്തിയായ എന്നെ ഒന്ന് നോക്കിയാലും, നീ എന്താണ് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നത്? എന്നെ കൗതുകത്തോടെ ഒന്ന് നോക്ക്. നിന്നിൽ മാത്രം മനസ്സർപ്പിച്ചിരിക്കുന്നവനാണ് ഞാനെന്നറിഞ്ഞാലും ആ ദശരഥപുത്രനായ നിൻ്റെ ഭർത്താവിനെ എപ്പോഴും എല്ലാവർക്കും കാണണമെന്ന് വിചാരിച്ചാൽ പോലും കാണാൻ പറ്റില്ല. ഇവിടെ 2 അർത്ഥമുണ്ട് ഇനി പറയുന്ന വാക്കുകൾക്കെല്ലാം. അതായത് സർവ്വവ്യാപിയാണ് ഭഗവാൻ. അജ്ഞാനികൾക്ക് കാണാൻ പറ്റത്തില്ല, ജ്ഞാനികൾക്ക് കാണാം, ഭക്തന്മാർക്ക് കാണാം. പക്ഷേ ചിലപ്പോൾ എല്ലായിടത്തും തിരിഞ്ഞാലും കാണാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ നീ വിചാരിക്കുന്നത് പോലെ ശ്രീരാമദർശനം ഭാഗ്യവാന്മാർക്ക് പോലും വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്നുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ശ്രീരാമൻ വന്ന് യുദ്ധം ചെയ്ത് സീതയെ വീണ്ടും കൊണ്ടുപോകും. അതുപോലെ തന്നെ രാവണന് മരണമുണ്ടാകും, വൈകുണ്ഠ ദർശനം, വൈകുണ്ഠത്തിലേക്ക് പോകാം, മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും കിട്ടുന്നില്ല, അത് സംശയമാണെന്നർത്ഥം. ആ ദശരഥപുത്രനാൽ നിനക്കൊന്നും സാധ്യമാവില്ല എന്നറിയുക. അവനാണെങ്കിൽ ഒന്നിനോടും ആശയില്ല, അതായത് നിസ്പൃഹനാണ് ഭഗവാൻ. ഒരു ഗുണവുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഗുണവുമില്ലാത്തവൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന നിർഗുണനാണ് ഭഗവാൻ. ത്രിഗുണാത്മകനാണെങ്കിലും ആ ഗുണങ്ങളൊന്നും അദ്ദേഹം അവലംബിക്കുന്നില്ലാത്തവനാണ്.
ആ നിർഗുണനാണ്. അവനെ നന്നായി കെട്ടിപ്പിടിച്ചിരുന്ന് അവൻ്റെ അരികിൽ തന്നെ വസിച്ചാലും എപ്പോഴും ആ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാലും സുന്ദരി നിന്നോട് ചേർന്ന് നിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവനാണെങ്കിലും നിന്നോട് ഒരു താല്പര്യവുമില്ല, വൈരാഗിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ശരണം പ്രാപിക്കുന്നതിലും ആ ശരണം പ്രാപിക്കുന്നവരെ ഉപേക്ഷിക്കില്ല, പക്ഷേ ശരണം പ്രാപിക്കുന്ന ശീലം ആ ശ്രീരാമനില്ല. ആ ശക്തിവിഹീനൻ, ഇവിടെ ശക്തിവിഹീനൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ആ യോഗമായാദേവിയെ പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ, അതുകൊണ്ടാണ് ആ പേടിത്തൊണ്ടെന്നും വേണമെങ്കിൽ വിചാരിക്കാം കേട്ടോ, ശക്തി ഇല്ലാത്തവൻ വേണമെങ്കിലും വിചാരിക്കാം. ഇനി ശ്രീരാമൻ വരികയില്ല എന്ന് പറയുകയാണ്. ആ ശക്തിയില്ലാത്തവനായ ആ ശ്രീരാമൻ ഇനി വരികയില്ല, അതായത് നിന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഇവിടെ ആ മൂലപ്രകൃതിയായ പ്രകൃതിയെ വേർവിട്ട ആ വിരാട് പുരുഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പുരുഷൻ്റെ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള പുരുഷൻ നിന്നെക്കൊണ്ടൊന്നും അവനിനി സാധിക്കാനില്ല. അവൻ നന്ദിയില്ലാത്തവനാണ്, കൃതഘ്നനാണ്, ശ്രേയസ്സില്ലാത്തവനാണ്, കീർത്തിഹീനനാണ്, ഒന്നിനോടും മമതയില്ലാത്തവനാണ്, അതായത് നിർമ്മമനാണ്, അഹങ്കാരമേ ഇല്ലാത്തവനാണ്, ഇനി മാനാപമാന ഭയമില്ല, പണ്ഡിതന്മാരാൽ മാനിക്കപ്പെടുന്നവനാണ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനാണ്, നിഷ്കിഞ്ചനപ്രിയനാണ്, അതായത് ദരിദ്രനാണ് എന്നർത്ഥം. ദാരിദ്ര്യമാണ് അവൻ്റെ സമ്പത്ത്. ഈ വാനരന്മാരുടെ അതായത് വനചരന്മാരുടെ മധ്യസ്ഥനായിട്ട് സുഗ്രീവന് വേണ്ടി പ്രവർത്തിച്ചില്ലേ, ബാലിയെ കൊല്ലാൻ കൂട്ടുനിന്നു. അതുപോലെ അവരുടെ എല്ലാ കാര്യത്തിനും മധ്യസ്ഥനായിട്ട് നിന്നു. ആ വാനരന്മാരുടെ മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നവനാണ് അവൻ. അവന് ദേവനെന്നോ ശ്രേഷ്ഠനാണ് ദേവൻ അല്ലേ, നികൃഷ്ടനെന്നോ ഇല്ല, നിന്ദ്യനെന്നോ ഒരു ഭേദവുമില്ല, എല്ലാവരും അവൻ ഒരുപോലെയാണ്. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുവാണ് ശ്വാക്കളും ഗോക്കളും. ഗോക്കൾ പശുക്കളാണ്, ശ്വാക്കൾ പട്ടികളും. ഇതെല്ലാം അവൻ ഒരുപോലെയാണ്. ഒരു കാട്ടാള സ്ത്രീയായ ശബരിക്ക് മോക്ഷം കൊടുത്ത് നമുക്കറിയാലോ. കാട്ടാള സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ നീചജാതിയിൽ എന്നാണ് ശബരിയെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും താഴേക്കിടയിലുള്ള ഒരു സ്ത്രീ. ആ ശബരിയും ശബരതരുണിയും ഭവതിയും അവൻ ഒരുപോലെയാണെന്നറിയുക. ഭവതിയെ അവനിപ്പോൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഭർത്താവായ അവനെ കാത്തിരുന്നത് മതിയാക്ക്. നിന്നോട് അവന് ഒരു താല്പര്യവുമില്ല, ഒരു ആഭിമുഖ്യവുമില്ല, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഭവതിയുടെ ദാസനായ ആ ദാസൻ്റെ ത്വദാസദാസോഹം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭവതിയുടെ ദാസൻ്റെ ദാസനായ എന്നെ ഭജിച്ചാലും ഭജസ്വമാം. കയ്യിൽ കിട്ടിയ ശ്രേഷ്ഠമായ രത്നത്തെ അവഗണിച്ചിട്ട് ഈ നവരത്നങ്ങളിൽ ഒന്നുപോലെ ആ രത്നങ്ങളെല്ലാം കയ്യിൽ കിട്ടിയിട്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കാക്കപ്പൊന്ന് മതിയെന്ന് വിചാരിക്കുന്നത് എന്താണ് ഓമലെ ദേവി? അതുപോലെ തന്നെ ദേവദൈത്യ ദാനവ നാഗ ഗന്ധർവ അപ്സരസുന്ദരികളായ സ്ത്രീകൾ ഭവതിയെ സസന്തോഷം പരിചരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ജാതിയിലുള്ള അതായത് ദേവസ്ത്രീകൾ, ദൈത്യ സ്ത്രീകൾ, ദാനവന്മാരുടെ ഇടയിലുള്ള സ്ത്രീകൾ, നാഗവംശത്തിലുള്ള സ്ത്രീകൾ, ഗന്ധർവ അപ്സര, ഇങ്ങനെ ആ വർഗത്തിലുള്ള എല്ലാ സുന്ദരികളായ സ്ത്രീകളും ഭവതിയെ സസന്തോഷം പരിചരിക്കും. നീ എൻ്റെ ഭാര്യ ആവുകയാണെങ്കിൽ അതിഭയത്തോടെയും ബഹുമാനത്തോടെയും അവർ നിന്നെ പരിചരിക്കും. കാരണം രാക്ഷസരാജാവിൻ്റെ പ്രിയപത്നിയായിട്ടാണ് നീ വരുന്നത്. അതുകൊണ്ട് മമ കളത്രമായിരുന്നിടുക, എൻ്റെ ഭാര്യയായിരുന്നിടുക, വൈകാതെ തന്നെ നിനക്കായി സുന്ദരീമണികൾ ഇങ്ങനെ എല്ലാ ജോലികളും നിനക്ക് വേണ്ടി ചെയ്യും അവർ. ആ കാലം വരെ എന്നെ അതായത് എല്ലാവർക്കും എന്നെ പേടിയാണെന്നറിയുക. ഇന്ദ്രനാൽ വരെ ബഹുമാനിക്കപ്പെടുന്നവനാണ് ഞാനെന്നറിയുക. സുന്ദരി, നിൻ്റെ കാലടികളിൽ വീണ് കിടക്കുന്ന ഈ ദാസനായ എന്നെ രക്ഷിക്കുക. പാഹിമാം 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 എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് ആ സീതാദേവിയുടെ കാലടികളിൽ വീണ് അപേക്ഷിച്ചു. ദശമുഖനോട് ഈ സീതാദേവി ഇപ്പോൾ കുനിഞ്ഞു ഉട്ടിന്മേൽ തല വെച്ചിരിക്കുകയായിരുന്നല്ലോ. ആ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു പുൽക്കൊടി താഴെ നിന്ന് പറിച്ചെടുത്തിട്ട് രോഷത്തോടുകൂടി വളരെയധികം ദേഷ്യം വന്നു സീതാദേവിക്ക്. ഇങ്ങനെ ശ്രീരാമനെ ഇങ്ങനെ ഭത്സിച്ച് പറയുന്നത് കേട്ടിട്ട് ഉടനെ ഈ പുൽക്കൊടി പറിച്ചിങ്ങനെ ഇട്ടിട്ട് പറയുകയാണ്, അതായത് നീ ഈ പുല്ലിന് സമമാണ് എനിക്കെന്ന് പറയാതെ പറയുകയാണ് രാവണനോട്. ആ സൂര്യവംശതിലകമായ എൻ്റെ ഭർത്താവായ ആ ശ്രീരാമസ്വാമി അടുത്തില്ലാത്തതകത്തിന് ഈ പട്ടി ഹവിസ് മോഷ്ടിച്ചുകൊണ്ട് യജ്ഞശാലയിൽ നിന്ന് ഹവിസ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് പോലെ അതീവ രഹസ്യമായി എന്നെ മോഷ്ടിച്ചു കൊണ്ട് പോകുന്നതല്ലേ നീ? അവർ രണ്ടുപേരും, അതായത് രാമനും ലക്ഷ്മണനും അടുത്തില്ലാത്തതായ അവസരത്തിൽ രണ്ടുപേരും സ്ഥലത്തില്ലാത്ത തക്കത്തിന് നീ ചെയ്ത പ്രവൃത്തി അനുചിതം എന്നറിയുക. നീ ഇതിനനുഭവിക്കും ഉറപ്പായിട്ടും. ആ രാമബാണമേറ്റ് താമസിയാതെ ഭവാൻ യമലോകം പ്രാപിക്കും. ഈ രാക്ഷസരാജ
എൻ്റെ ഭർത്താവ് വെറും ഒരു മനുഷ്യനാണല്ലോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഒട്ടും താമസിക്കാതെ ആ ശ്രീരാമസ്വാമി ഈ സമുദ്രത്തെ തരണം ചെയ്ത് ഇവിടെ എത്തി നിൻ്റെ ഈ ലങ്കയെ ഭസ്മമാക്കും, ഒരു സംശയവും വേണ്ട. നിൻ്റെ പരാക്രമശാലികളായ ആ സഹോദരന്മാരും പുത്രന്മാരും മന്ത്രിമാരും സൈന്യത്തോടും കൂടി ഛിന്ന ഭിന്നമായി നശിച്ചു പോകും. ശ്രേഷ്ഠനായ രാജാവായി ആ ബ്രഹ്മദേവൻ്റെ അപേക്ഷയനുസരിച്ച് നിന്നെ കൊല്ലാനായിട്ടാണ് ആ ദയാനിധി ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അതിനൊരു നിമിത്തം മാത്രമാണ് ജനകരാജാവിൻ്റെ മകളായ ഞാൻ. നിന്നെ കൊന്നിട്ട് അവൻ എന്നെയും കൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്നും പോകുമെന്ന് ഓർക്കുക. ഈ സീതയുടെ ഈ പരുഷവാക്കുകളെല്ലാം കേട്ടപ്പോൾ ആ ദശമുഖൻ വളരെ കോപിഷ്ഠനായി. അങ്ങനെ കോപിഷ്ഠനായിട്ട് ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയെടുത്തു. ആ വാളെടുത്ത് സീതയെ കൊല്ലാനൊരുങ്ങി. ഇത് കണ്ട മണ്ഡോദരി അറിയാലോ, രാവണൻ്റെ ഭാര്യയാണ് മണ്ഡോദരി. തന്നെയല്ല വിശ്വകർമാവായ മയൻ്റെ മകളാണ്. തൻ്റെ ഭർത്താവിനെ കൊന്നിട്ട് ആ ഭർത്താവിനെ തടഞ്ഞിട്ട് അരുതരുത്, സുരധനുജ ദിജിജ ഭുജകാപ്സരോ ഗന്ധർവതരുണികൾ നിനക്ക് വശഗതമാണല്ലോ എന്നാണ് പറയുന്നത്. അതായത് സുര എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകൾ, ധനുജൻ എന്ന് പറഞ്ഞാൽ ധനുവിൻ്റെ മക്കൾ ധനുജന്മാർ, ദിതിയുടെ മക്കൾ ദൈത്യന്മാർ, ഭുജകാപ്സരോ ഗന്ധർവം എന്ന് പറഞ്ഞാൽ ഭുജകം പാമ്പാണ്, അപ്സര സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, ഇങ്ങനെയുള്ള സ്ത്രീകളെല്ലാം, ഇങ്ങനെയുള്ള സുന്ദരികളായ എല്ലാ തരുണീമണികളും നിനക്ക് വശഗതമാണല്ലോ, നിൻ്റെ അധീനത്തിലാണല്ലോ. പിന്നെ എന്തിനായി ഈ മനുഷ്യ സ്ത്രീ? ഇവളാണെങ്കിലോ പാവം, കുളിയില്ല, തേവാരവും ഇല്ല, ആഹാരവും ഇല്ല, ഒന്നുമില്ലാതെ ഭർത്താവിനെ ഓർത്ത് ദുഃഖിച്ച് മെലിഞ്ഞ് ക്ഷീണിച്ച് അവശയായി രാവും പകലും ഈ രാക്ഷസ സ്ത്രീകളുടെ പരുഷ വാക്കുകളും കേട്ട് വശം കെട്ടിരിക്കുകയാണ്. ഇവളെ കൊന്ന് ദുഷ്കീർത്തി സമ്പാദിക്കാതെ ആര്യപുത്ര എന്ന് പറഞ്ഞ് ഭർത്താവിനെ തടഞ്ഞു മണ്ഡോദരിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാവണന് സ്വയം ലജ്ജ തോന്നിയിട്ട് ആ ലജ്ജിതനായിട്ട് ആ രാവണൻ രാക്ഷസ സ്ത്രീകൾ കൂടിയിരുന്ന ആ രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവളെ അനുനയിപ്പിച്ച് എൻ്റെ വശത്താക്കിത്താ, അനുസരിക്കുന്നില്ലെങ്കിൽ ഭയപ്പെടുത്തി നോക്ക്, ഏത് വിധേനയും ആ പറഞ്ഞു വശത്താക്കുക, ഏതിനും ഞാൻ 2 മാസത്തെ സമയം കൂടി അനുവദിച്ചിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ് ആ കോപിഷ്ഠനായി രാവണൻ തൻ്റെ അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഇപ്രകാരമുള്ള പരുഷമായ വാക്കുകളാൽ ആത്മാവിന് പോലും മുറിവേറ്റു എന്നാണ് പറയുന്നത് സീതാദേവിയുടെ. ആ അവസ്ഥയിലിരിക്കുന്ന സീതാദേവി ഇങ്ങനെ ആലോചിച്ച് നോക്കി. അതായത് നമുക്കറിയാം, ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ട്, ഇവിടെ കെട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ, ശരിക്കും ബന്ധനസ്ഥയെ പോലെയാണ്, ആരോടും ഒന്നും സംസാരിക്കാതെ ദുഃഖിതയായി ഇങ്ങനെ ഇരിക്കുകയാണ് സീതാദേവി. അല്ലേ, നമുക്ക് കഷ്ടം തോന്നുന്നില്ലേ കണ്ടിട്ട്? അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആ ദേവിയെ നോക്കിയിട്ട് ത്രിജട എന്ന രാക്ഷസി മറ്റ് രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളൊന്ന് അടങ്ങ്, എന്നിട്ട് എല്ലാവരും ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഈ മറ്റ് രാക്ഷസ സ്ത്രീകളെല്ലാം ഈ രാവണൻ പറഞ്ഞതനുസരിച്ച് ഈ സീതാദേവിയോട് ഓരോരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ത്രിജട പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഈ ശീലാവതിയെ നമസ്കരിക്കെല്ലാവരും. ആ ജഗദീശ്വരനായ രാമനും ലക്ഷ്മണനും ഐരാവതത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ വന്നിട്ട് ആഗ്നേയാസ്ത്രത്താൽ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, ആ അസ്ത്രം അയച്ചു കഴിയുമ്പോൾ എല്ലാം കത്തിപ്പോവും. ആഗ്നേയാസ്ത്രം അയക്കുമ്പോൾ അങ്ങനെ ലങ്കയെ ദഹിപ്പിച്ചിട്ട് യുദ്ധത്തിൽ രാവണനെയും വധിച്ചിട്ട് രാക്ഷസ രാജ്യമായ ലങ്ക വിഭീഷണന് നൽകി, വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഈ സീതാദേവിയെ മടിയിലെടുത്ത് വെച്ച് കൊണ്ടുപോയി അയോധ്യയിൽ സുഖമായിട്ട് വാണു എന്ന് ഈ ത്രിജട എന്ന രാക്ഷസി പറയുകയാണ്. ഈ ഇന്ദ്രൻ്റെ ശത്രുവായ ആ ദശമുഖ രാവണൻ, ഇനി രസകരമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ രാവണൻ്റെ അവസ്ഥയെപ്പറ്റി ത്രിജട പറയുന്നത് ഇങ്ങനെയാണ്, ചാണകം നിറഞ്ഞ ഒരു കുഴിയിൽ ഇങ്ങനെ വീണിട്ട് ശരീരം മുഴുവൻ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് തലയിൽ രാമച്ചമാല ധരിച്ച് സ്വന്തം മക്കളോടും മന്ത്രിമാരോടും സജീവന്മാരോടും ഒപ്പം ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സ്വാമിഭക്തനായ വിഭീഷണൻ രാമപാദം സേവിച്ച് കഴിഞ്ഞുകൂടി. രാക്ഷസ സ്ത്രീകളെ, നിങ്ങൾ ഏത് വിധേനയും കുറച്ച് ദിവസം കൂടി ഇവളെ കാത്തുകൊള്ളുക. അവളുടെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ വരുന്നവരെ ഇവൾക്കൊരു വിഷമവും ഉണ്ടാവാതെ നോക്കണം എന്നിങ്ങനെ ത്രിജടയുടെ വാക്കുകൾ കേട്ട് മറ്റ് രാക്ഷസ സ്ത്രീകൾ അത്ഭുതത്തോടെയും ഭീതിയോടെയും ഇങ്ങനെ സീതയെ നോക്കി. ശേഷം അവരെല്ലാവരും പരവശതയോടെ ഉറങ്ങാൻ പോയി. ഇനി അടുത്തത് ഹനുമത് സീത സംവാദമാണ്. ഈ സീത വിചാരിക്കുകയാണ്, നേരം വെളുത്താൽ ഈ രാക്ഷസികൾ എൻ്റെ ഉടൽ ഭക്ഷിക്കും, അതുപോലെ ഉറ്റവരായിട്ട് ആരുമില്ല, മൃത്യുവിന് പോലും എന്നെ വേണ്ടാതായി, എങ്ങനെയെങ്കിലും മരിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും നിവൃത്തിയില്ലാതായല്ലോ. മാനവവീരനും എന്നെ മറന്നു. ഇവിടെ മാനവവീരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീരാമസ്വാമിയാണ്. എന്നെ മറന്നു. സമയം കളയാതെ ഞാൻ എൻ്റെ ജീവിതം
അവസാനിപ്പിക്കുന്നത് തന്നെയാണ് ഉചിതമെന്ന് തോന്നുന്നു. ആ ശ്രീരാമൻ ഇത്ര കരുണയില്ലാത്തവനായി പോയല്ലോ എന്നോർത്ത് വ്യസനിച്ച് എഴുന്നേറ്റ് നിന്ന് രാമനെ തന്നെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ആ ശിംശുഭ വൃക്ഷത്തിൻ്റെ ചുവട്ടിലല്ലേ നിന്ന്, അതിൻ്റെ താഴ്ന്നു നിന്ന ഒരു വൃക്ഷശിഖരത്തിൽ പിടിച്ച് ഇങ്ങനെ അതിലേക്ക് ചാരി നിന്ന്, നേരെ നിൽക്കാൻ കെൽപ്പില്ല പാവത്തിന്, കണ്ണുനീർ വാർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു, നിസ്സഹായയായി, ആരും സഹായിക്കാനില്ല. ഇതെല്ലാം മുകളിലിരുന്ന് നമ്മുടെ ഹനുമാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹനുമാനും പലതും ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ഹനുമാൻ പെട്ടെന്ന് പതുക്കെ പറയാൻ തുടങ്ങി. പ്രസിദ്ധമായ രവിവംശത്തിൽ, സൂര്യവംശത്തിൽ ദശരഥന് പുത്രന്മാരായിട്ട് 4 പേരുണ്ടായി. രാമഭരത സൗമിത്രി ലക്ഷ്മണന്മാരെന്നാണ് അവർക്ക് നാമം. ഈ രാക്ഷസകുല നിധനഹേതുഭൂതനായിട്ട്, അതായത് രാക്ഷസവംശത്തെ ഒന്നാകെ ഒടുക്കാൻ വേണ്ടി അതിന് കാരണഭൂതനായിട്ട് ആ പിതുരാജ്ഞയ, അതായത് പിതാവിൻ്റെ ആജ്ഞയാൽ കാനനം തന്നിൽ വാണിയിടിനാൻ അവർ കാനനത്തിൽ വസിച്ചു. അങ്ങനെ സോദരനും പത്നിയായ സീതയുമൊത്ത് കാനനത്തിൽ വസിക്കുന്നതായ സമയത്ത് കപടയതിവേഷമായി വന്ന്, അതായത് ഒരു കള്ളസന്യാസിയുടെ വേഷത്തിൽ വന്ന് രാവണൻ ജാനകീദേവിയെ മോഷ്ടിക്കുന്നു. ആ പത്നിയെ കാണാൻ ശ്രീരാമനും ലക്ഷ്മണനും തിരഞ്ഞു നടക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ജടായുവിനെ കാണുന്നു. ആ ജടായുവിന് മോക്ഷം നൽകിയ ശേഷം ആ പർവ്വതപ്രാന്തത്തിലൂടെ അങ്ങനെ നടക്കുമ്പോൾ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിക്കാൻ ശബരി ഉപദേശിച്ചു വിടുന്നു. ആ ശബരിയുടെ ഉപദേശപ്രകാരം സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നതനുസരിച്ച് പ്രത്യുപകാരമായി സുഗ്രീവൻ നാനാദിക്കിലേക്കും സീതാന്വേഷണത്തിനായി വാനരന്മാരെ അയക്കുന്നു. അങ്ങനെ അയച്ച വാനരന്മാരിൽ ഒരുവനായ ഞാൻ ആ സമ്പാദിയുടെ നിർദ്ദേശത്തിനാൽ ഇവിടെ വന്നു. ആ 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ഈ ലങ്കയിലെത്തി എല്ലായിടത്തും തിരഞ്ഞ അവസാനം വായുദേവൻ്റെ സഹായത്താൽ ഈ ശിംശുഭാവൃക്ഷത്തിൻ ചുവട്ടിൽ ദേവിയെ കണ്ടെത്തി. ഞാൻ കൃതാർത്ഥനായി. ആ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ഭൃത്യന്മാരിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാൻ ഞാനാണല്ലോ. ആ ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശം പാലിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അമ്മേ നമസ്കാരം. പിന്നെ ഇങ്ങനെ മിണ്ടാതെ അനങ്ങാതിരുന്നു ആ ചെടികൾക്കിടയിൽ. സീതാദേവി വിചാരിച്ചു, ഇതെവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്? ആരാണ് രഘുകുല ചരിതം പറഞ്ഞു കേൾപ്പിച്ചത്? ആകാശമാർഗത്തു നിന്നാണോ? ആ വായുദേവൻ കരുണ തോന്നി എന്നെ കേൾപ്പിച്ചതാണോ? അതോ എൻ്റെ വിഭ്രാന്തിയാണോ? ഉറങ്ങാതിരിക്കുന്ന ഞാൻ എങ്ങനെ സ്വപ്നം കാണും എന്നൊക്കെ ഈ സീതാദേവി ഇങ്ങനെ വിചാരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെ ആശ്ചര്യചകിതയായിട്ട്. നമ്മളാണെങ്കിൽ കയ്യിൽ നുള്ളി നോക്കൂലേ സ്വപ്നം കണ്ടതാണോ എന്നറിയാനായിട്ട്. അപ്പോൾ വേഗം സ്വപ്നമല്ലോ, അതായത് ഉറങ്ങാതിരിക്കുന്ന ആൾ സ്വപ്നം കാണില്ലല്ലോ. എൻ്റെ ആ ഭർത്താവിൻ്റെ ഈ കഥ ഞാനിപ്പോൾ കേട്ടത് സത്യമായി വരയണമേ എന്ന് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞവൻ ആരായാലും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി വരയണമേ. സീതാദേവി പറഞ്ഞത് കേട്ട് മാരുതി പതുക്കെ താഴെ ഇറങ്ങി വന്ന് ഹനുമൻ വളരെ ഭക്തിപൂർവ്വം ഇങ്ങനെ നമസ്കരിക്കുകയാണ് മാതാവിൻ്റെ മുമ്പിൽ. നാം കാണുന്ന അടയ്ക്കാക്കിളിയെ പോലെ വളരെ ചെറിയ ഒരു രൂപത്തോടു കൂടിയാണ് ഈ മാരുതി ഇങ്ങനെ നിൽക്കുന്നത്. അതായത് രാക്ഷസികൾ ചുറ്റുമിരിപ്പുണ്ട്, അപ്പോൾ ആരും കാണാതെയാണ്. ഇങ്ങനെ എന്നെ ഭ്രമിപ്പിക്കാനായി വേഷം മാറി വന്ന രാക്ഷസനാണോ എന്ന് ദേവി സംശയിക്കുകയാണ്. അല്പം ഭീതി കലർന്ന് ഈ രാക്ഷസനാണെന്നുള്ള വിചാരത്തിൽ വീണ്ടും തലകുമ്പിട്ട് അങ്ങനെ തന്നെ ഇരുന്നു. മാരുതിക്ക് ഇത് കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി. ഉടനെ വേഗം പതുക്കെ പറഞ്ഞു തുടങ്ങി, ഞാൻ കോസലേന്ദ്രനായ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ദാസനായ വായുപുത്രനായ മാരുതിയാണ്, ഹനുമാനാണ്. ഞാൻ ഇങ്ങനെ കള്ളവും അതായത് മനസാ മാതാവേ എന്ന് വിളിച്ചിട്ട് പറയാണ്, മനസാ വാച കർമ്മണ ഒരു കള്ളവും ചതിയും എനിക്ക് വശമില്ല. ഇങ്ങനെ കർണാനന്ദകരമായ വാക്കുകൾ ചൊല്ലുന്നവർ, അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീതാദേവി പറയുകയാണ്, കർണാനന്ദകരമായ വാക്കുകൾ വളരെ കുറവാണ്, ആ ചൊല്ലുന്നവർ വളരെ കുറവാണ്, പറഞ്ഞു കേൾപ്പിക്കുന്നവരും. വാനരനായ നിനക്ക് ഈ മനുഷ്യരുമായിട്ട് ഇങ്ങനെ സമ്പർക്കം ഉണ്ടാവാൻ എന്താണ് കാരണം? എന്നോട് അതുപോലെ തന്നെ പ്രിയമേറെയുണ്ടെന്നും പറഞ്ഞുവല്ലോ, അതെന്തുകൊണ്ടാണ് എന്ന് സീതാദേവി ചോദിക്കുന്നു. മാതാവേ, ദേവി കേട്ടാലും അവിടുന്ന് സ്വാമിയുടെ വാക്കനുസരിച്ച്, അതായത് ഈ മായാഭഗവതിയാണല്ലോ ദേവി. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള സീതയെ അഗ്നിയിങ്കൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് അങ്ങ് മായാഭഗവതിയായി അങ്ങ് 2 രൂപം എടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അഗ്നിയിങ്കൽ മറഞ്ഞിരുന്ന് മായാഭഗവതിയായി ഇവിടെ ഇരിക്കുകയാണെന്നും എനിക്കറിയാം. ഇത് വേറെ ആർക്കും അറിയാത്ത രഹസ്യമാണല്ലേ. പക്ഷേ അത് മാരുതിക്കറിയാം. ഇത് കേട്ടപ്പോൾ ദേവിക്ക് അത്ഭുതം തോന്നി. ഇനി ഹനുമാൻ തുടർന്ന് പറയുകയാണ്, ആ സ്വാമി പൊന്മാനിനെ പിമ്പേ പോയി ആ മാരീചനെ കൊന്നതും ദേവിയെ കട്ടുകൊണ്ടുപോകുന്ന രാക്ഷസനോട് ജടായുവായ പക്ഷിശ്രേഷ്ഠൻ യുദ്ധം ചെയ്തതും
അവിടുത്തെ വൃത്താന്തം സ്വാമിയെ അറിയിച്ച ജടായുവിന് മോക്ഷം കൊടുത്തതും പിന്നീട് കബന്ധന് മോക്ഷം കൊടുത്തു, അതുപോലെ ശബരിക്ക് മുക്തിയെ കൊടുത്തു. ആ ശബരിയുടെ വാക്കുകളനുസരിച്ച് ഋഷ്യമൂകാചലത്തിന് സമീപം ആ സുഗ്രീവൻ ഒളിച്ചിരിക്കുന്ന ആ ഋഷ്യമൂകാചലത്തിന് സമീപത്തുകൂടെ രാമനും ലക്ഷ്മണനും നടക്കുമ്പോൾ എന്നെ അവിടെ സമീപത്തേക്ക് അയക്കുകയാണ്. ഞാൻ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ അവരുടെ സമീപം ചെന്ന് അവരുടെ ആ ഉദ്ദേശം എന്താണെന്ന് അറിയുകയും ആ അഗ്നിസാക്ഷിയായി അവരെ കൊണ്ട് സഖ്യം ചെയ്യിക്കുകയും അവരെ ചുമലിലെടുത്ത് സുഗ്രീവ സമീപത്തെത്തിച്ച് അവരെ കൊണ്ട് സഖ്യം ചെയ്യിക്കുകയാണ് ചെയ്യിക്കുന്നത്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ദുഃഖത്തെ തീർത്തു കൊടുത്തു. സുഗ്രീവ പത്നിയെ ബലമായി പരിഗ്രഹിക്കുക എന്ന പാപം ചെയ്ത ബാലിയെ വധിച്ച് ആ ശ്രീരാമസ്വാമി സുഗ്രീവന് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രത്യുപകാരമായി സുഗ്രീവൻ ദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ഓരോ ദിക്കിലേക്കും ഓരോ ലക്ഷം വാനരന്മാരെ അയച്ചു. ആ ശ്രീരാമസ്വാമി എന്നെ അരികിൽ വിളിച്ച് ആ അങ്കുലീയം, ആ നാമാങ്കിതമായ അങ്കുലീയം എന്നെയാണ് ഏൽപ്പിച്ചത്. അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരമാണെന്ന് അറിയാമെന്ന് കരുതുന്നു. ദേവിക്ക് അത് നൽകാനായിട്ട് എൻ്റെ കയ്യിൽ എന്നെയാണ് ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാമം അങ്കനം ചെയ്ത ഈ അങ്കുലീയം ദേവിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാണ് എന്നെ ഏൽപ്പിച്ചത്. പിന്നെ ദേവിക്ക് വിശ്വാസം ഉണ്ടാവാൻ ഒരു അടയാളവാക്യവും ചൊല്ലി അയച്ചു. മോതിരം ദേവിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അനന്തരം വിനയത്തോടെ പിന്നോട്ട് മാറി നിന്നു നമസ്കരിച്ച്. ആ മോതിരം കണ്ടു കഴിഞ്ഞപ്പോൾ സീതാദേവിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആ മോതിരം തൻ്റെ കണ്ണിലും ശിരസിലും ചേർത്ത് കണ്ണുനീരിങ്ങനെ ഒഴുക്കിക്കൊണ്ട്, വാനരശ്രേഷ്ഠ, അങ്ങനെക്ക് എത്രയും പ്രിയപ്പെട്ടവനാണ്, എനിക്കിന്ന് എൻ്റെ പ്രാണനാണ് ദാനമായി തന്നത്. അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ വിശ്വസ്തനും ഭക്തനും ദയാപരനുമാണെന്നറിയാം. അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരെ എൻ്റെ അടുത്തേക്ക് ആ സ്വാമി അയക്കൂ. ഞാനിവിടെ ഇരിക്കുന്നത് എങ്ങനെയെന്നും എൻ്റെ സുഖസൗകര്യങ്ങളും ഭവാൻ കണ്ടുവല്ലോ. ഭവാൻ ചെന്ന് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയിക്കുമ്പോൾ എന്നെ പ്രതി എന്നോടുള്ള ആ ശ്രീരാമസ്വാമിയുടെ ഉള്ളിൽ കാരുണ്യമുണ്ടാകും എന്നെ പ്രതി. 2 മാസം കഴിഞ്ഞാൽ ആ രാക്ഷസൻ എന്നെ കൊന്നു തിന്നു. അതിനിടയ്ക്ക് ഇവിടെ വന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയണം. എന്തെങ്കിലും ഭവാൻ ചെയ്യണം രക്ഷിക്കാനായി, എന്നെ രക്ഷിക്കാനായി. അത്ര നാളും ഞാൻ എൻ്റെ പ്രാണൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ ദശമുഖനെ വധിച്ച് എന്നെ രക്ഷിക്കാൻ ഭവാൻ ആ സ്വാമിയോട് ചെന്ന് പറയൂ. മാരുതി സീതാദേവിയുടെ ദുഃഖം മാറ്റുവാനായി വീണ്ടും പറയുകയാണ്. ഞാൻ അങ്ങ് ചെന്ന് വിവരങ്ങൾ പറയുന്നതിന് മുമ്പേ ആ സ്വാമി മർക്കടപ്പടയുമായി വരുമെന്ന് നിശ്ചയം. ക്ഷണനേരം കൊണ്ട് ആ ദശമുഖനെ വംശത്തോടെ നശിപ്പിക്കും. ഭവതിയെയും വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് എഴുന്നള്ളുകയും ചെയ്യും. സീതാദേവി അപ്പോൾ പറയുകയാണ്, ഈ വിശാലമായ സമുദ്രം സേനയോടുകൂടി എങ്ങനെ തരണം ചെയ്യും? ആരെക്കൊണ്ട് സാധിക്കും അത്? ഉടനെ മാരുതി പറയുകയാണ്, ആ ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും മറ്റുള്ളവരെയും ഞാൻ എൻ്റെ ചുമലിലെടുത്ത്, അതായത് ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും മറ്റുള്ളവരെയും എടുക്കാൻ തക്ക പ്രാപ്തി എനിക്കുണ്ട്. ഞാൻ എൻ്റെ ചുമലിലെടുത്ത് ഇവിടെ എത്തിക്കുന്നുണ്ട്. വിഷമിക്കാതെ ദേവി. അരക്ഷണം കൊണ്ട് ഈ ലങ്ക ഭസ്മമാക്കി ദശമുഖനെ വംശത്തോടെ നശിപ്പിച്ചിട്ട് അതിന് വേണ്ടുന്നതൊക്കെ, നശിപ്പിക്കാൻ വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ പോകാൻ അനുവദിച്ചാലും സ്വാമിക്ക് വിശ്വാസം വരുവാനായി എന്തെങ്കിലും അടയാളം തന്നയച്ചാലും. മൈഥിലി ഉടനെ തന്നെ ശിരസിൽ നിന്നും ഈ ചൂടാരത്നം ഊരിയെടുത്ത് മാരുതിക്ക് നൽകുകയാണ്. പിന്നെ സ്വാമിയുടെ ചെവിയിൽ പറയാനായി ഒരു അടയാളവാക്യം കൂടെ പറഞ്ഞയക്കുകയാണ്. ഒരു കഥയാണ് പറയുന്നത്. അതായത് ചിത്രകൂടാചലത്തിൽ വാഴുന്ന സമയത്ത്, ആ തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് പലലം ഉണക്കാൻ വേണ്ടി, പലലം എന്ന് പറഞ്ഞാൽ മാംസകഷ്ണങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മാംസകഷ്ണങ്ങൾ ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് അത് നമ്മൾ എന്തെങ്കിലും ഉണങ്ങാൻ വെച്ചാൽ കാക്കയൊക്കെ ചിക്കിയെടുക്കാതെ നോക്കിയിരിക്കില്ല. അതുപോലെ ദേവി ആശ്രമത്തിൻ്റെ ഉമ്മറത്തിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ദേവിയുടെ മടിയിൽ തലവെച്ച് ശ്രീരാമസ്വാമി ഉറങ്ങുകയായിരുന്നു. ആ സമയം ശക്രൻ്റെ, അതായത് ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് ഇത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. ദേവി വിചാരിച്ചു വിശന്നിട്ടല്ലേ, കുറച്ച് ഭക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ജയന്തൻ എന്ത് ചെയ്തു? എല്ലാം കൊത്തി വലിച്ചെറിയാൻ തുടങ്ങി. കഴിക്കുകയല്ല, കൊത്തി ദൂരേക്കൊക്കെ കൊത്തി എറിയാൻ തുടങ്ങിയപ്പോൾ ദേവി ഒരു കല്ലെടുത്തെറിഞ്ഞു. ആ കല്ലെടുത്തെറിഞ്ഞത് പിടിക്കാതെ ഈ ജയന്തൻ എന്ത് ചെയ്തെന്നറിയാം? ദേവിയുടെ ശരീരം മുഴുവൻ നഖങ്ങൾ കൊണ്ട് കാക്ക പറന്നു വന്ന് നഖങ്ങൾ കൊണ്ട് കൊത്തിക്കീറി. സ്വാമി ഉണർന്നു കഴിഞ്ഞപ്പോൾ, അതായത് ശ്രീരാമസ്വാമി ഉറക്കം ഉണർന്നപ്പോൾ ചോരയും ഒലിപ്പിച്ചിരിക്കുന്ന ദേവിയെ കണ്ട് കുപിതനായി. ഭഗവാൻ ഒരു കാര്യം ചെയ്തു. ഒരു പുൽക്കുടി എടുത്ത് ദിവ്യമന്ത്രം ജപിച്ച് ദിവ്യാസ്ത്രം അയച്ച് ഈ ജയന്തൻ്റെ പുറകെ ഈ ദിവ്യാസ്ത്രം ഇങ്ങനെ, ഈ ബാണം ഇങ്ങനെ പാഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഈ ബാണം അതായത് ഇങ്ങനെ തുരത്തി ഓടിച്ചുകൊണ്ടിരുന്നു. ജയന്തൻ പോകുന്നിടത്തല്ല. ജയന്തൻ ലോകം മുഴുവനും ഓടി ത്രിമൂർത്തികളെ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സമീപിച്ചു. പക്ഷേ രാമബാണത്തിനെ നേരിടാൻ അവർക്കൊന്നും കെൽപ്പില്ലാതെ, അവിടെ ഒന്നും ശരണം ലഭിക്കാതെ അവസാനം
ഭഗവാന്റെ മുമ്പിൽ തന്നെ വന്ന് ശരണം പ്രാപിച്ചു. രക്ഷിക്കണേ കൃപാനിധേ, മറ്റാരും എനിക്ക് ശരണമില്ല എന്ന് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, എൻ്റെ ശരം ഒരിക്കലും നിഷ്ഫലമാകില്ല. അതായത് എൻ്റെ ലക്ഷ്യം നിഷ്ഫലമാകില്ല. അതിനാൽ ഭവാന്റെ ഒരു കണ്ണ് അമ്പിന് ലക്ഷ്യമാകണം എന്ന് പറഞ്ഞ് അവനെ പോകാൻ അനുവദിച്ചു. അന്ന് മുതലാണ് ഈ കാക്കകൾക്ക് ഒരു കണ്ണില്ലാത്തത്. ശ്രദ്ധിച്ചാൽ അറിയാം, അവരിങ്ങനെ ചരിഞ്ഞിരുന്ന് ഒരു കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ദേവി ഇങ്ങനെ വിചാരിക്കുകയാണ്, അന്ന് എന്നെ ദയോടെ സംരക്ഷിച്ച ആ രഘുപതി ഇന്ന് എന്നെ നിർദ്ദയം ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തേ? എന്നോട് ദുഷ്കൃതമല്ലാതെ എന്ത്? ഒരു തെറ്റും ഞാൻ സ്വാമിയോട് ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ പാപം തന്നെ എല്ലാത്തിനും കാരണം എന്നിങ്ങനെ സീതാദേവി വീണ്ടും കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാരുതി പറയുകയാണ്, ഭവതി ഇവിടെയാണെന്ന് ഇതുവരെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ. സ്വാമി വരാതിരുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഇവിടെ എത്തി ലങ്കാപുരിയെ ഈ രാക്ഷസ കൂട്ടത്തോടെ ഭസ്മമാക്കും. അപ്പോൾ അങ്ങനെ അത് കേട്ട് മൈഥിലിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഹനുമാനോട് ചോദിക്കുകയാണ്, ഭവാന്റെ ഈ ശരീരം ഇത്രയ്ക്ക് ചെറുതാണല്ലോ, കൂട്ടത്തിലുള്ള മറ്റുള്ളവരും ഇപ്രകാരം തന്നെ ഈ കൃഷ ശരീരത്തോടു കൂടിയവരാണോ? ഇങ്ങനെയുള്ള നിങ്ങൾ അവരോട് എങ്ങനെ പോരാടും? ഈ രാക്ഷസരെ എങ്ങനെ എതിർക്കും? രാക്ഷസന്മാർക്ക് വലിയ ആകാരമല്ലേ? അങ്ങനെ ചോദിച്ച ദേവിയോട് മാരുതി പെട്ടെന്ന് ഒരു പർവ്വതം പോലെ വളർന്നിട്ട് പറഞ്ഞു, ദേവി ഇതുപോലുള്ള ഞങ്ങളെപ്പോലെ ഇതുപോലെ ശരീരമുള്ളവർ കുറച്ചൊന്നുമല്ല. 21 വെള്ളം പട വരും ഞങ്ങൾ. അതായത് 21 വെള്ളം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു മഹൗഘമാണ്. 100,000 മഹൗഘമാണ് ഒരു വെള്ളം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു അളവിനെക്കുറിച്ച്, അതായത് ആ യൂണിറ്റിനെ കുറിച്ച് ഞാൻ ദേവീമാഹാത്മ്യത്തിൽ പറഞ്ഞിരുന്നു. ദേവീമാഹാത്മ്യത്തിൽ 2-ാം അധ്യായത്തിലുണ്ട്. അയുധ്യതായുധാനാം ച സഹസ്രേണ മഹാഹനു പഞ്ചശദ്ഭിശ്ച നിയുതൈരസിലോ മഹാസുര. ഇവിടെ അയുധ്യതായുധാനാം ച സഹസ്രേണ മഹാഹനു എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അയുധാനാം സഹസ്രേണ എന്ന് പറഞ്ഞാൽ 10,000 പ്രാവശ്യം, 1000 1 കോടി. അങ്ങനെ 1000 1 കോടി. ഇവിടെ ഇപ്പം വെള്ളം എന്നുദ്ദേശിച്ചിരിക്കുന്നത് 100,000 കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100,000 കോടി കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മഹൗഘം എന്നാൽ 100,000 മഹൗഘമാണ് ഒരു വെള്ളം എന്ന് പറയുന്നത്. ഒരു മഹൗഘം എന്ന് പറഞ്ഞാൽ 100,000 ഓഘം. ഇനി ഓഘം എന്ന് പറഞ്ഞാൽ ഒരു 100,000 സമുദ്രമാണ്. ഇനി സമുദ്രം എന്ന് പറഞ്ഞാൽ 100,000 മഹാഗർഭം. ഇതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അളവുകളെല്ലാം ദേവീ മഹാത്മ്യത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. മാരുതി പറയുകയാണ്, എന്നെപ്പോലെ 21 വെള്ളം പട വരും ഞങ്ങൾ. ഇതുപോലെ ഇങ്ങനെ ഈ ഭീമാകാരൻ പർവ്വതാകാരന്മാരായിട്ടുള്ളത്. ഇത് കണ്ട് സീതാദേവി പറഞ്ഞു, നിഷ്കളങ്കനായ അമിത ബലവാനായ ഭവാൻ ആ രാക്ഷസവംശത്തിന് അന്തകൻ തന്നെ, സംശയമില്ല. രാത്രി അവസാനിക്കാറായി. ഈ നിശാചരികൾ കാണുന്നതിന് മുമ്പേ സമുദ്രം ചാടിക്കടന്ന് രഘുപതിയെ കണ്ട് എൻ്റെ വൃത്താന്തം അറിയിക്കൂ. ഈ ചൂടാരത്നം കയ്യിലേൽപ്പിച്ച് വൈകാതെ തന്നെ സ്വാമിയോടും ലക്ഷ്മണനോടും വാനരപ്പടയോടും കൂടി വരിക. വഴിയിൽ വിഘ്നമൊന്നും ഉണ്ടാകാതെ മാരുതനന്ദന പോയി സ്വാമിയെ കാണൂ. ഇങ്ങനെ വിനയം, ഭക്തി, കൗതുകം, ഭയം, സന്തോഷം ഇവയോടെല്ലാം കൂടി വീരനായ ആ മാരുതി നമസ്കരിച്ചിട്ട് ലോകമാതാവിനെ 3 വട്ടം പ്രദക്ഷിണം വെച്ച് വിട തരിക മാതാവേ, ഖേദമൊന്നും കൂടാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് ആ യാത്ര ചോദിക്കുകയാണ്. മാർഗത്തിൽ അശുഭമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ആ ഭർത്താവിനെ ശീഘ്രം വരുത്തുക, സുഖത്തോടെ ഈ ലോകത്തിൽ എന്നെന്നും വാഴുക, മംഗളം ഭവിക്കട്ടെ എന്നിങ്ങനെ അനുഗ്രഹിക്കുകയാണ്. ഇനി ദേവി പറഞ്ഞു, മംഗളം ഭവിക്കട്ടെ പുത്ര, നിൻ്റെ ശക്തി എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശീർവദിച്ച് മാരുതിയെ യാത്രയാക്കുന്നു. അങ്ങനെ 22-ാം ദിവസത്തെ ആ കഥ ഇവിടെ തീരുകയാണ്. മാരുതി ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുക്കാനായി ചൂടാരത്നവും കൊണ്ടുപോകുന്നു. അടയാളവാക്യമൊക്കെ സീതാദേവി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തിരിക്കുന്ന ഹനുമാൻ എന്ത് സംഭവിക്കും? നേരെ ലങ്കയിൽ നിന്ന് പോകുമോ? അതോ വല്ല രാക്ഷസന്മാരും പിടിച്ചു കെട്ടുമോ? എന്തെങ്കിലും വഴിയിൽ അപകടം ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് നാളത്തേക്ക് കാത്തിരിക്കുക. രാക്ഷസന്മാരുടെ കണ്ണിൽപ്പെടാതെ മടങ്ങിപ്പോകാൻ സാധിക്കുമോ എന്ന് നാളെ അറിയാം. നന്ദി, നമസ്കാരം. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ശുഭദിനം ഉണ്ടാകട്ടെ നിങ്ങൾക്ക്. നന്ദി.